നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നവരിൽ മാത്രം കാണാവുന്ന ചില അടയാളങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്ടം നമുക്ക് തിരിച്ചറിയുവാനായാൽ നമുക്ക് അവർ സ്നേഹിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒന്നാമതായി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് ഏത് സമയത്തും നിങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർ നേരിട്ട് കാണുന്നവരാണെങ്കിൽ അവർ നിങ്ങളെ നേരിട്ട് കാണാൻ വന്നിരിക്കും. അല്ലാത്തവർ ഫോൺ വഴി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള മെസ്സേജ് വഴി നിങ്ങൾക്ക് അവരുടെ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ഏത് സമയത്തും അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവർ കൂടെയില്ല, അവർ ചിലപ്പോൾ അകലെ ആയിരിക്കാം, അവർ കൂടെയില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഏത് സമയത്തും ഉണ്ടാകില്ല എന്നുള്ളതാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളോട് അടുപ്പം കാണിക്കുന്നവരിൽ കാണാൻ പറ്റുന്ന ഒരു സൈനാണിത്. നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുമായി എപ്പോഴും കണക്റ്റ് ചെയ്തിരിക്കും. അത് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. ഇനി വളരെ കൂടുതൽ ദൂരെ ഉള്ളവരാണെങ്കിൽ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്കിടയിൽ തന്നെ നിങ്ങളുമായി അവർ കോണ്ടാക്റ്റ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഇത് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ, നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നവരുടെ ഒരു ലക്ഷണമായി കണക്കാക്കാം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവർ എപ്പോഴും പറയും. എന്നിട്ട് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, നിങ്ങളെ വിളിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു യഥാർത്ഥ സ്നേഹമായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ടായിരിക്കാം, എന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. അത് വളരാൻ വളരെ ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. അതായത് വളരുന്ന സ്നേഹം എന്താണ്, എപ്പോഴും കണക്റ്റ് ചെയ്തിരിക്കും നിങ്ങളുമായി. അത് കണ്ടില്ലെങ്കിൽ അവർക്ക് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് കിട്ടിയില്ല എങ്കിൽ, നിങ്ങളുടെ ഒരു കോണ്ടാക്റ്റും നിങ്ങളുമായി ഇല്ല എങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന ഒരു കാര്യവും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവർ എപ്പോഴും നിങ്ങളുമായി ഒരു സാമീപ്യം അവർ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ എപ്പോഴും വിളിച്ചിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ള ആ ഒരു സ്നേഹം, നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവർ നിങ്ങളെ വിളിക്കുന്നുമില്ല, അങ്ങനെ ഒന്നും കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള സ്നേഹം കൂടുതൽ വളരുവാൻ ചാൻസ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നവർ നിങ്ങളുമായി എപ്പോഴും ചേർന്നിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം, നിങ്ങളുടെ സംസാരത്തിലുള്ള മാറ്റം, ഇതൊക്കെ അവർ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളിൽ നിന്ന് അവർ ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർ എല്ലാവരേക്കാളും അടുപ്പം നിങ്ങളോട് കാണിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളെ അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ വ്യക്തി നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിരിക്കും എന്നുള്ളതാണ്. എന്തു പറഞ്ഞാലും, ഇനി നിങ്ങൾ അവരോട് എല്ലാം പറഞ്ഞു, എന്നാലും ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നിങ്ങളിൽ സംഭവിച്ചു, അങ്ങനെയാണെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ദേഷ്യം കാണിച്ചാലും അവർ നിങ്ങളോട് പിണങ്ങില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ചെറിയൊരു കാര്യത്തിന് പോലും അവർ പിണങ്ങിപ്പോവും എന്നുള്ളതാണ്. അവർ ഇടയ്ക്കൊക്കെ വിട്ടു നിൽക്കാനും സാധ്യതയുണ്ട്, നിങ്ങളെ അങ്ങനെ കൂടുതൽ സ്നേഹിക്കാത്തവർ എന്നുള്ളതാണ്. നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരിക്കലും പിണങ്ങാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എന്നും രാവിലെ നിങ്ങൾക്ക് ആശംസകൾ അയക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്, ഇതൊക്കെ അവർ പറയും എന്നുള്ളതാണ്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്നതിലുപരി നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഇഷ്ടത്തിൻ്റെ ഒരു അളവ് ആണ് അവർ ഇതിലൂടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഇനി ഒരു മറുപടിയും അയക്കുന്നില്ല, ഒരു റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല എങ്കിലും അവർ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ആശംസകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അവർ ഒരുപാട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു മടുപ്പും നിങ്ങളോട് അവർക്ക് സംസാരിക്കുമ്പോൾ ഉണ്ടാകില്ല. ഒരു മടുപ്പുമില്ലാതെ നിങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളോട് ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇത് അവരുടെ ഒരു സന്തോഷമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊരു മടുപ്പ് തോന്നാമെങ്കിലും മനസ്സിലാക്കിയിരിക്കുക, അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇങ്ങനെ ഒക്കെ അവരിൽ സംഭവിക്കുകയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഏത് കാര്യത്തിനും കൂടെ നിൽക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരിക്കും അവർ എന്നുള്ളതാണ്. അവർ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിൽ സംഭവിച്ചിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഒരു ദിവസം തന്നെ പല തവണ അങ്ങനെ അവരിൽ സംഭവിച്ചിരിക്കും. ഇത് അവരുടെ ഉള്ളിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥ ആണിത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം അവരിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ കാണാൻ അവർക്ക് വളരെ അതിയായ ആഗ്രഹമായിരിക്കും എന്നതാണ്. അതായത് നിങ്ങളെ എത്ര കണ്ടാലും അവർക്ക് മതിയാവില്ല എന്നതാണ്. ഇതൊരു സത്യമാണ്. ഇതാണ് അവരുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ അവർ അതിന് ശ്രമിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളെ വിളിക്കുവാനും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുവാനും ഒക്കെ ഒരു സമയം അവർ നീക്കി വെച്ചിട്ടുണ്ടാകും. അത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കില്ല, അവർ ഏത് സമയത്തും നിങ്ങളെ വിളിക്കും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ശല്യമായിരിക്കും. പക്ഷേ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ ഒരു സാമീപ്യം ആഗ്രഹിച്ചു കൊണ്ടാണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവർ അവരുടെ പരിഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം മറ്റാരേക്കാളും നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റാരുമായും അങ്ങനെ അടുപ്പം അങ്ങനെ പരിഭവങ്ങൾ പറയുവാനും ഒന്നും അവർ മറ്റാരുമായും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ അവർ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിഭവങ്ങൾ അവർ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, സ്നേഹമുള്ളവരോട് പറയുന്ന ആ ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള പരിഭവങ്ങളും ഒക്കെ. അപ്പോൾ
ആ സമയത്ത് അവർക്ക് അവരുടെ ആ ഒരു വേദന അവർക്ക് മാറുന്നതായിരിക്കും, അവർക്ക് ഒരു ആശ്വാസമാകുന്നതായിരിക്കും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളിൽ സംഭവിക്കുകയാണെങ്കിൽ അവർ മറ്റാരേക്കാളും കൂടുതൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്